വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന് രാജ്യവ്യാപകമായിട്ട് പ്രചരണം നടത്തിയിട്ട് സത്യത്തിൽ മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ബജറ്റ് കണ്ടപ്പോൾ. ദേശീയ തലത്തിൽ ഏറ്റവും നിരാശാജനകമായ ബജറ്റാണ് ഇതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു മേഖലയെയും കാര്യമായി പരാമർശിച്ചിട്ടില്ല. പരാമർശനമുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടിയൊക്കെ വാക്കുകളിലൂടെ പരാമർശമുണ്ട്. പക്ഷേ ആ വാക്കുകളിലൂടെ അല്ല പരാമർശം വേണ്ടത്. അതിനകത്ത് പദ്ധതികൾ വേണം, ബജറ്റ് അലോക്കേഷൻ വേണം. ഇതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായ ബഡ്ജറ്റാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യുന്നുള്ള എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. അക്കാര്യത്തിൽ നിയമപരിരക്ഷ നൽകിക്കൊണ്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാക്കണമെന്നുള്ള കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയുമില്ല. കൃഷിക്കാരന്റെ ഡിസ്ട്രസ് അവസാനിപ്പിക്കാനുള്ള നടപടിയില്ല. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ യാതൊരു പദ്ധതിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ പറഞ്ഞ കുറേ വാചകങ്ങൾ കുറച്ച് പുതിയ ഡിസൈനിൽ അവതരിപ്പിച്ചു. കർത്തവ്യപഥത്തിൽ നിന്നും ഉണ്ടാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു എന്നല്ലാതെ കാതലായ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം കേരളത്തെ ഈ ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഞങ്ങൾ 2013-14 കാലഘട്ടത്തിൽ ഓഫർ ചെയ്താണ് എയിംസ് കേരളത്തിൽ. ഇന്നത്തെ ആരോഗ്യമന്ത്രി നഡ്ഡ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെന്റിലെ എൻ്റെ ചോദ്യത്തിന് പാർലമെന്റിൽ അഷൂറൻസ് ആയിരുന്നു അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ എയിംസ് അനുവദിക്കും. ഇപ്പോൾ 13 കൊല്ലം കഴിഞ്ഞു. ആ പ്രോമിസ് കഴിഞ്ഞ് 13 കൊല്ലം കഴിഞ്ഞു. നിരവധി എയിംസ് രാജ്യവ്യാപകമായി അനൗൺസ് ചെയ്തു. കേരളത്തിന് ഈ ബഡ്ജറ്റിൽ പോലും എയിംസ് എന്ന് പറയുന്നത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കേരളം അർഹതപ്പെട്ട സംസ്ഥാനമല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബജറ്റിൽ കുറേ പരാമർശങ്ങളുണ്ട്. ആരോഗ്യ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഒക്കെ തന്നെ, ആയുർവേദത്തിന്റെ കാര്യത്തിൽ, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. പദ്ധതികളില്ല, ജനറലായിട്ട് പറഞ്ഞു പോകുന്നതിലാണ്ട് ഒന്നുമില്ല. ആരോഗ്യ മേഖലയിൽ നമുക്ക് നല്ല ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളുള്ള നാടാണ് കേരളം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ആരോഗ്യ മേഖലയിൽ. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിനില്ല. മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈസ്പീഡ് കോറിഡോർ ഈ ശ്രീധരൻ വലിയ പ്രതീക്ഷയാണ് രാജ്യത്തിന് നൽകിയത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയൊന്നും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ എഫിഷ്യൻസിയെയും എല്ലാവരും ബഹുമാനിക്കുന്നതാണ്, രാജ്യം ബഹുമാനിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് 5 കോറിഡോർ അനുവദിച്ചിട്ടും, ഹൈസ്പീഡ് കോറിഡോർ അനുവദിച്ചിട്ടും കേരളത്തിനില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാർ കേരളത്തെ കാണുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനയല്ലേ ഇത്? ഈ ബജറ്റ് കേരളത്തെ പരിപൂർണമായിട്ടും അവഗണിച്ചു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെ ആകെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്, അതൊക്കെ ഓൺഗോയിങ് സ്കീമാണ്. നാളികേരത്തിന്റെ പദ്ധതികൾ കോക്കനട്ട് റിജന്യൂഷൻ UPA കാലത്ത് തുടങ്ങിയതാണ്, പദ്ധതിയാണ്. അത് എല്ലാ ഗവൺമെന്റ് കാലത്തും കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നല്ലാണ്ട് അത് പ്രത്യേകമായിട്ട് എന്ത് പദ്ധതിയാണ് അവർ ആവിഷ്കരിക്കാൻ പോകുന്നുള്ളതിന് വ്യക്തതയില്ല. അതുപോലെ കശുവടിയുടെ കാര്യത്തിലും കയറിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ കൃത്യമായി എന്ത് പദ്ധതിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നുള്ളതില്ല. ധാതുമണലിന് വേണ്ടി പ്രത്യേക കോറിഡോർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും കേരളത്തിന് ആശങ്കകളാണുള്ളത്. കാരണം ഇപ്പം മിനറൽ സെക്ടറിലേക്ക് സർക്കാരിൻ്റെ ഇഷ്ടപ്പെട്ട കോർപ്പറേറ്റുകൾ കടന്നു വന്നിട്ടുണ്ട്. അവർ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ അമൂല്യമായ ധാതുസമ്പത്ത് ഖനനം ചെയ്യാനുള്ള അവകാശം പൊതുമേഖലയ്ക്ക് മാത്രമാണ്, കേരളത്തിൻ്റെ അല്ല രാജ്യത്തിൻ്റെ. അതും ഇപ്പോൾ കേരള ഗവൺമെൻറ് ഒരു ബഡ്ജറ്റിലും കഴിഞ്ഞു മിഞ്ഞാന്ന് ഒരു കോറിഡോർ വിഴിഞ്ഞത്തുനിന്ന് കൊല്ലത്തേക്ക് വരും. 42,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവുന്നു. അതിൻ്റെ അർത്ഥം നിക്ഷേപം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ധാതുമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്കും കൂടെ വ്യാപിക്കപ്പെടുമോ എന്നുള്ള ആശങ്കക്ക് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അത് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.